എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച ഉടമയും കുടുംബവും താമസം തുടങ്ങി. കടക്കെണി വിമോചന മുന്നണി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് നടപടി. നിലമ്പൂർ സ്വദേശി കൊച്ചുവീട്ടിൽ പ്രൈസ് വില്ലയിൽ പ്രസാദും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ബാങ്ക് പൂട്ടി സീൽ ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച് താമസം തുടങ്ങിയത്. ഏതാനും വർഷം മുൻപാണ് നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് പ്രസാദ് ബിസിനസ് ആവശ്യാർത്ഥം 30 ലക്ഷം രൂപ OD-ആയി എടുത്തത്. പ്രസാദിന് അർബുദ രോഗം വന്നതിനാൽ കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയതായി പ്രസാദ് പറയുന്നു. തുടർന്ന് കഴിഞ്ഞ 10 മാസം മുൻപാണ് വീട് ജപ്തി ചെയ്തത്. വീട് നഷ്ടപ്പെട്ട പ്രസാദ് സഹോദരന്റെയും മറ്റും വീട്ടിലാണ് താമസിച്ചു വരുന്നത്. അതിനിടയിലാണ് കടക്കെണി വിമോചന മുന്നണിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നത്. 30ഓളം വരുന്ന കടക്കെണി വിമോചന മുന്നണിയുടെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ പ്രകടനമായി നിലമ്പൂർ മിനർവപ്പടിയിലെ വീടിനടുത്തെത്തിയാണ് ഗേറ്റിന്റെ താഴെ കമ്പിപ്പാരയും ചുറ്റുകയും ഉപയോഗിച്ച് തകർത്തത്. തുടർന്ന് വീടിന്റെ മുൻവശത്തെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി. രോഗാവസ്ഥയിൽ തിരിച്ചടവിനുള്ള സാവകാശം നീട്ടിത്തരണമെന്ന ആവശ്യം ബാങ്കിനോട് ഉന്നയിച്ചിരുന്നതായി പ്രസാദ് പറഞ്ഞു. ഞാൻ നിലമ്പൂരിൽ ചെറിയൊരു കച്ചവടമായി ഇരുന്നപ്പോഴാണ് നിലമ്പൂരിൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും 30 ലക്ഷം രൂപ OD ലോണായിട്ട് എടുത്തത്. എന്നാൽ എൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ നാവിലൊരു ചെറിയ കുരു വരികയും ആ കുരു അത് പിന്നീട് ക്യാൻസറായി മാറുകയും എൻ്റെ നാവ് മുറിച്ച് 2ആയി മാറ്റപ്പെട്ട് സംസാരം പോയി. 1.5 കൊല്ലം ഞാൻ കടന്നുപോയി. പിന്നെ വന്നതാണ് എൻ്റെ സംസാരം. എൻ്റെ കഴുത്ത് 2ആയി മുറിച്ചിട്ട് 5 ബൗൾ എടുത്തു കളഞ്ഞു. എൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വയ്യാതായിപ്പോയി. അങ്ങനെ സമയത്ത് ഞാൻ അവരുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ബാങ്കിൽ ഹാജരാക്കി. ഇയാൾക്ക് രോഗിയാണ്, ഇയാളെ കഴുത്ത് നീക്കം ചെയ്ത് ക്യാൻസറാണ്, ബൗൾ നീക്കം ചെയ്തതാണ്, ജപ്തി ചെയ്തതെന്ന് അവിടുന്ന് തന്നു, രേഖ തന്നു. അത് ബാങ്കിൽ ഹാജരാക്കി. കൂടാതെ ഞാൻ അവസാനം കളക്ടറെ സമീപിച്ചു. കളക്ടർ ഇയാളെ പരമാവധി സമയം അനുവദിച്ചു കൊടുക്കാമെന്ന് ലെറ്റർ കളക്ടർ രേഖാമൂലം എഴുതി തന്നു. അതും കൊണ്ട് കാണിച്ച് രജിസ്ട്രാറെ കാണിച്ചതാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്താണ് അടിച്ചു പൊളിച്ചവർ ഇത് ലോക്ക് ചെയ്യാനിടയായത്. ഞാൻ വന്ന് 10 മാസത്തോളം ഞാൻ അതിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കടക്കെണി വിമോചന ടീമുമായിട്ട് മുന്നണിയുമായിട്ട് കണ്ടുമുട്ടാൻ ഇടയായതും ഇങ്ങനെ ഇവിടെ കയറി പാർപ്പിക്കാൻ ജനസമ്പർക്കവും മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച പ്രസാദ് പരാതിയും നൽകിയിരുന്നു. കടക്കെണി വിമോചന മുന്നണി സംസ്ഥാന കൺവീനർ കൂത്തുപറമ്പ് കാരായി അരൂഷ്, ചെയർമാൻ വിളയോടി ശിവൻകുട്ടി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഗോപാലൻ, അനിൽകുമാർ, മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം, സെക്രട്ടറി K ഷാജു, ജോയിന്റ് സെക്രട്ടറി ഫിറോസ്, അംഗങ്ങളായ PA ജോർജ് കുട്ടി, TM സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും കടമുണ്ടാകുന്നത് ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായ തരാറില്ല, മറിച്ച് സാമൂഹ്യ സാഹചര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ്. ഇപ്പോൾ പ്രസാദേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു അസുഖം വരുമ്പോൾ കടക്കണിയിലാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ക്യാൻസറായിട്ട് പോലും ആ പ്രസാദേട്ടനെയും അതുപോലെ തന്നെ 2 പിഞ്ചു മക്കളെയും പ്രായപൂർത്തിയായ മകളടക്കമുള്ള 2 മക്കളെയും ഭാര്യയെയും തെരുവിലാകുന്ന ഒരു വല്ലാത്ത അവസ്ഥ. വീടുകളിൽ തോറും ഇങ്ങനെ ഈ കുടുംബം കൊണ്ട് പ്രായമായ മാതാപിതാക്കളെ കൊണ്ട് വീടുകൾ തോറും ഇങ്ങനെ അലയുന്ന അങ്ങേയറ്റം ദുരിതമയമായ സാമൂഹ്യ മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ, ഇത് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും ദുരിതപൂർണ്ണമായ മുഖമാണ് നമ്മൾ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സംഘടനക്ക് പറയാനുള്ളത് 2001 ശേഷം 40 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ കടം, ഇന്ത്യൻ ജനതയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന സർക്കാരിന് അതിന്റെ കിട്ടാക്കടത്തിന്റെ വെറും 15% മാത്രമുള്ള ജനങ്ങളുടെ മുഴുവൻ കടകളും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.